വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ 200ഓളം മനുഷ്യജീവനുകളാണ് ഇല്ലാതായത്. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ഒട്ടനവധി ആളുകളും. ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കുടുംബാംഗങ്ങളുടെ മൃതശരീരം കൈമാറുന്നതുവരെ കൈത്താങ്ങാകുവാൻ വേണ്ടിയാണ് വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന യുവജ്യോതി SSG മുന്നോട്ട് വന്നിരിക്കുന്നത്. മൃതദേഹം സൂക്ഷിക്കുന്നതിനായുള്ള ഫ്രീസർ CPIM പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് കൈമാറി. ഫ്രീസറുമായി ഒരു സംഘം വയനാട്ടിലേക്ക് വണ്ടിപ്പെരിയാറിൽ നിന്നും തിരിക്കുകയും ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മനുഷ്യഹൃദയങ്ങളെ വേദനയിലാഴ്ത്തി ഒരു നാടിനെയാകെ വിഴുങ്ങിയ ദുരന്തമാണ് വയനാട്ടിലുണ്ടായത്. അവിടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ ആവശ്യങ്ങളിൽ പ്രധാനമായത് മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങളുടെ മൃതശരീരം സൂക്ഷിക്കുക എന്നതാണ്. അതിനായുള്ള സൗകര്യങ്ങൾ അവിടെ പരിമിതമാണെന്നറിഞ്ഞ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ പ്രവർത്തിക്കുന്ന യുവജ്യോതി സ്വയം സഹായ സംഘം CPIM പീരുമേട് ഏരിയ കമ്മിറ്റിക്ക് മൃതദേഹം സൂക്ഷിക്കുന്നതിനായുള്ള ഒരു ഫ്രീസർ കൈമാറി. ഇത് വയനാട്ടിലെത്തിക്കുവാൻ സംഘാംഗം കൂടിയായ ഷാജി ജമാൽ സന്നദ്ധനാവുകയും പീരുമേട് പെരിയാർ പഞ്ചായത്തുകളുടെ സഹായത്തോടെ ഒരു ഫ്രീസറും ഒരു പെട്ടിയുമായി ആദ്യഘട്ടമെന്ന നിലയിൽ ഷാജിയോടൊപ്പം വണ്ടിപ്പെരിയാറിൽ നിന്നും ഒരു സംഘം പുറപ്പെടുകയും ചെയ്തു. അങ്ങനെ കോഴിക്കോട്ടു നിന്നും മലപ്പുറത്തു നിന്നും 2 ടീമിനെ വിദഗ്ധ സംഘത്തെ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അയച്ചു കഴിഞ്ഞു. അതേപോലെയാണ് അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നും കണക്കാക്കിക്കൊണ്ട് വയനാട് ചെറിയ ജില്ലയാണ്, വളരെ പരിമിതമാണ് അവരുടെ പശ്ചാത്തല സൗകര്യങ്ങൾ. 3 ആശുപത്രികൾ തിങ്ങി നിറഞ്ഞു. ക്യാമ്പുകൾ തന്നെ 100-ലധികം ക്യാമ്പുകൾ ഓപ്പറേറ്റ് ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ മിംസ് ആശുപത്രിയിലേക്ക്. ഇതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് KN ഗോപിനാഥൻ, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R തിലകൻ, ജില്ലാ കമ്മിറ്റി അംഗം G വിജയാനന്ദ്, പീരുമേട് ഏരിയ സെക്രട്ടറി S സാബു, PTT യൂണിയൻ ജനറൽ സെക്രട്ടറി M തങ്കുതരൈ തുടങ്ങിയവരും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. വണ്ടിപ്പെരിയാറിൽ നിന്നും വയനാട്ടിലേക്ക് അടുത്ത ദിവസങ്ങളിൽ വിവിധ സംഘടനകളുടെ സഹകരണത്തോടെ ദുരന്തഭൂമിയിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്കായുള്ള സഹായം എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.